Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്വിങ്ങിനുള്ള സ്റ്റോക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. കൂടാതെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നല്ലൊരു ബുള്ളിഷ് ഡേ ആയിരുന്നു. നമുക്ക് എന്തായാലും നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റി ഇന്ന് നല്ലൊരു റാലി 300 പോയിൻറ്റിൻ്റെ മുകളിൽ 1.32% ഒരു റാലി, കൂടാതെ 24,000 എന്നുള്ള ഒരു റേഞ്ച്, ഒരു സൈക്കോളജിക്കൽ റേഞ്ചാണ്. അതിൻ്റെ മുകളിലാണെന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുകൂടാതെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡ് ലൈന്. ആ ട്രെൻഡ് ലൈനിൻ്റെ അടുത്താണെന്ന് ക്ലോസ് ചെയ്തത്. നമുക്ക് ഒരു ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം അതിൻ്റെ അടുത്താണ്. മിക്കവാറും നാളെ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കാണാം. കൂടാതെ ഈ ഒരു ബ്ലൂ ലൈനും കൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിഫ്റ്റിയിലെ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാണ്ട് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് അതുപോലെ 246 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവാണ്. ഇനിയിപ്പോൾ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനാണ്. അതല്ല ഇനിയിപ്പോൾ നിഫ്റ്റിയിലെ സ്മോൾ ക്യാപ്പ് ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മേലോട്ട് പോവുമോ നമുക്കറിയില്ല. അതല്ല ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സ്റ്റോക്കാണ് ഫെഡ്ഫിന, അതുപോലെ ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഏഞ്ചൽ വൺ 2%, ഫെഡ്ഫിന ഒരു 6-7% അടുത്തും നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നോക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ് കാരീസിൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. കാരീസിൽ ലിമിറ്റഡ് 1116 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക്. ഇന്നൊരു 3% മുകളിലൊരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിലുണ്ടായിരുന്നു. കൂടാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചും കൂടിയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. ഇങ്ങനെ പറഞ്ഞാലും അതുപോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിലേക്ക് വരയാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു ട്രെൻഡ് ലൈനാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഇതിലേക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ട്രെൻഡ് ലൈൻ എൻട്രികൾ എടുക്കാറുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ തന്നെ ഈ രീതിയിൽ തന്നെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിലേക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ഇതിലേക്കൊരു എൻട്രി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇന്നലെ ഫെഡ്ഫിന എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഡൗട്ടുകൾ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് പറയുന്നത് ഫുൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണ്, അല്ലാണ്ട് പ്രൈസ് റെക്കമെൻഡേഷൻ അല്ല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നു അതിന് ശേഷമുള്ള ഒരു മൂവ്മെൻറ്റാണ്. ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പറയാൻ കാരണം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യാം, അതില്ലെങ്കിൽ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. അതല്ല ചെറിയ പുൾ ബാക്ക് വന്നിട്ട് ആ രീതിയിൽ വേണമെങ്കിലും എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എൻട്രികൾ നോക്കാം. ചില സ്റ്റോക്കുകൾ പുൾ ബാക്ക് വരില്ല, അങ്ങനെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുള്ളൂ റാലി. അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. ഇങ്ങനെ ടെക്നിക്കലൊക്കെ നോക്കിയിട്ട് അറിയാത്തവർക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്